രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ബലാത്സംഗ പരാതി. രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മറ്റൊരു യുവതി പരാതി നൽകി. സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന 23-കാരിയാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവർക്ക് പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തിയാണ് പീഡനമെന്നും ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചെന്നും പരാതിയിലുണ്ട്. യുവതി നൽകിയ പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചു. രാഹുലിനെതിരെ നേതൃത്വത്തിന് പരാതി ലഭിച്ചു എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്ഥിരീകരിച്ചു. പരാതി ഗൗരവമായി പരിഗണിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വീണ്ടും പരാതിയുമായി യുവതി രംഗത്തെത്തിയിരിക്കുന്നു. നേരത്തെ ആദ്യം ഉയർന്ന പരാതിയെ പരാമർശങ്ങൾ ഈ പരാതിയിലുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഒപ്പം തന്നെ KPCC നേതൃത്വം, AICC തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് ഈ മെയിൽ പോയത്. വിശദാംശങ്ങൾ എന്താണ്? സംസ്ഥാനത്ത് പുറത്ത് താമസിക്കുന്ന 23-കാരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യിൽ നിന്ന് നേരിട്ട അതിക്രൂര അനുഭവം വിവരിച്ച് പരാതി നൽകിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ഒപ്പം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമാണ് ഈ പരാതി ലഭിച്ചിരിക്കുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സെക്ഷൽ പ്രഡേറ്റർ എന്നാണ് ഈ 23-വയസ്സുകാരി വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് ഈ പരാതിയിൽ പറയുന്നു. ശരീരമാകെ ആക്രമിച്ച് മുറിവേൽപ്പിച്ചു. അതുമാത്രമല്ല, ആദ്യ ആക്രമണത്തിന് ശേഷം നേരത്തെ നൽകിയിരുന്ന വിവാഹ വാഗ്ദാനം രാഹുൽ പിൻവലിച്ചു. ഗർഭിണിയാകണമെന്ന് രാഹുൽ തന്നോട് ആവശ്യപ്പെട്ടെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട്. ഫെന്നി നൈനാൻ, രാഹുലിന്റെ സുഹൃത്ത് പത്തനംതിട്ടയിൽ നിന്നുള്ള ഫെന്നി നൈനാനാണ് ഈ യുവതിയെ ഇത്തരത്തിലൊരു കേന്ദ്രത്തിലേക്ക്, ഒരു റിസോർട്ടിലേക്ക്, സ്റ്റേയിലേക്ക് യുവതി എത്തിച്ചത്. അവിടെ വെച്ചായിരുന്നു അതിക്രൂര പീഡനം നടന്നതെന്ന് യുവതി പരാതിയിൽ പറയുന്നു. ഇൻസ്റ്റാഗ്രാം മുഖേന 2023-ലാണ് രാഹുൽ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചത്. അതിനുശേഷം ഫോൺ നമ്പർ വാങ്ങി. പിന്നീട് മെസ്സേജ് അയച്ചതും ബന്ധം സ്ഥാപിച്ചതുമൊക്കെ ടെലഗ്രാമിലൂടെയായിരുന്നു. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചായിരുന്നു രാഹുലിന്റെ പ്രവൃത്തിയെന്ന് 23-കാരി ഈ പരാതിയിൽ പറയുന്നു. ഇതിനകം യുവതി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി ലഭിച്ചപ്പോൾ തന്നെ അത് KPCC ചർച്ച ചെയ്യുകയും അത് KPCC സ്ഥിരീകരിക്കുകയും KPCC അത് DGPക്ക് കൈമാറുകയും ചെയ്തെന്ന് KPCC പറയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പറയുന്നത് ഇത്ര വേഗത്തിലൊരു നടപടി ഏത് പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് അവർ ഈ വിഷയത്തെ ന്യായീകരിക്കുന്നത്. പക്ഷേ അവിടെയും കോൺഗ്രസ് പാർട്ടി വെട്ടിലാകുന്ന ഒരു വിഷയമുണ്ട് പ്രജിൻ. അതായത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിത, അത് ലൈംഗിക പീഡനത്തിനും ഒപ്പം ഗർഭചിത്രത്തിനും ഒക്കെ പരാതി നൽകിയ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ നവംബർ മാസം 28-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും രാഹുൽ ഗാന്ധിക്കും തന്റെ പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ആ പരാതിക്ക് നേരെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കണ്ടടച്ചിരുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അതായത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഇത്ര ഗുരുതരമായ കുറ്റകൃത്യം രേഖപ്പെടുത്തിയ ഒരു പരാതി തനിക്ക് ലഭിച്ചിട്ട് അത് പോലീസിൽ നൽകുക എന്നുള്ളതാണ് ചട്ടം. പക്ഷേ അതുപോലും പ്രതിപക്ഷ നേതാവ് അതിൽ തുനിഞ്ഞില്ല. 24-ന്റെ ഈ വാർത്ത പ്രതിപക്ഷ നേതാവ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ന്യായീകരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് താൻ ആ പരാതി പോലീസിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ഫോർവേഡ് ചെയ്യാത്തതെന്നാണ് എന്നുള്ള ന്യായീകരണമാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോഴും KPCC അധ്യക്ഷൻ പറയുന്ന ന്യായവാദം അത് അങ്ങേയറ്റം പൊള്ളയാണെന്ന് തെളിയുന്നു. പ്രജിത്ത്, ശരി, എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരുന്നു. അതിലേക്കാണ് ഇനി. കോൺഗ്രസിനൊരു പരാതി കോൺഗ്രസ് പ്രസിഡന്റിന് KPCC പ്രസിഡന്റിന് കിട്ടിയപ്പോൾ അതേ അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ. ഇപ്പോൾ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു. ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും. ഉറപ്പായി ഒറ്റയ്ക്ക് എനിക്കോ പ്രസിഡന്റിനോ എടുക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ തീരുമാനമെടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും, ഉറപ്പായിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.